നാടോടി മന്നൻ എന്ന സിനിമയിൽ. അതിന്റെ ക്ലൈമാക്സ് രംഗം എന്ന് പറയുന്നത് ഒരു അനധികൃതമായി ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് പൊളിക്കുക എന്നുള്ളത്. അപ്പൊ ആ ബിൽഡിംഗ് പൊളിക്കാൻ വേണ്ടിയിട്ട് നഗരഹൃദയത്തിലുള്ള ഒരു ബിൽഡിംഗ് പൊളിക്കുക. അപ്പൊ അത് സാധാരണ രീതിയിൽ പൊളിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ടാവുകയും അങ്ങനെ അത് ഈ കൺട്രോൾ ഡെമോളിഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ സിസ്റ്റം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അങ്ങനെ ഒരു സാധനം ആലോചിക്കുകയും അത് ആ സിനിമയിൽ വർക്കൗട്ട് ചെയ്തു. പക്ഷെ ഒരുപാട് പേരന്ന് പറഞ്ഞത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളില്ല, ഇതൊക്കെ വളരെ വളരെ ഇതായിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞൊരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം രാവിലെ എനിക്ക് എൻ്റെ പൂജ കാര്യങ്ങളൊക്കെ ഉള്ളപ്പം എൻ്റെ മൊബൈലിൽ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, സൈലന്റ് ആയിരിക്കും. നോക്കിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിക്കുന്നു, മനോരമയിൽ നിന്ന് വിളിക്കുന്നു, പല പ്രധാനപ്പെട്ട ചാനലുകളിൽ നിന്ന് വിളിക്കുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, എന്താ പ്രശ്നം എന്നറിയില്ലല്ലോ. ഞാൻ നേരെ തിരിച്ച് വിളിച്ചാൽ പറഞ്ഞു, സാർ അറിഞ്ഞില്ല, സാറൊന്ന് TV ഓൺ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ കാണുന്നത് എന്താ, നമ്മുടെ മരടിലെ ഫ്ലാറ്റ് പൊളിക്കുകയാണ്. ഇതേ സിസ്റ്റം വെച്ചിട്ടാണ് പൊളിക്കുന്നത്, ഇതേ കൺട്രോൾ ഡെമോളിഷൻ. അപ്പം അതിന് രസം എന്ന് കഴിഞ്ഞാൽ ആ TV ഫ്രെയിമിന്റെ ഒരു സൈഡിൽ റിയൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഡെമോഷനും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ നാടോടി മന്നനിലെ ആ സീക്വൻസും ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ അത് 6-7 വർഷത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു 2012 മറ്റാണ് ആ സിനിമ നാടോടി മന്നൻ വന്നത്. ഇത് 19-ലോ 20-ലോ ആണെന്ന് തോന്നുന്നു ഈ ഒരു പൊളിപ്പിക്കൽ നടന്നത്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതേ സിനിമയുടെ അപ്പൊ ഇവരെല്ലാവരും എന്നെ വിളിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ബൈറ്റ് വേണം. അപ്പം ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ ഓരോ ചാനലിലും എല്ലാ ചാനലിലും ബൈറ്റ് കൊടുത്തു ഇതിന്റെ. അപ്പം ഞാൻ പറഞ്ഞ അത് ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ എഹെഡ് ഓഫ് ടൈം നിൽക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ പല സിനിമകളിലും അങ്ങനെ ഒരു ഭാഗ്യമാണ്. അത് നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല, പക്ഷെ അതൊരു ഭാഗ്യത്തിന്റെ പേരിൽ വരുന്നതാണ്. ഇപ്പൊ പറഞ്ഞ പല സിനിമകളും ഇന്നും ഇപ്പൊ നമ്മൾ വെറുതെ എടുത്ത് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ കോമഡി എന്ന് പറഞ്ഞ് വരുന്ന സിനിമകളിൽ പലതിലും കോമഡി ബിറ്റ്സ് എൻ്റെ സിനിമകളിലെ ഇന്നലെ ഞാൻ വെറുതെ നോക്കിയപ്പോഴത്തേക്കും ഇന്നലെ മറ്റേ നഗരങ്ങളിൽ ചെന്ന് രാവാർക്കാമിലെ ഒരു സീക്വൻസ്, ഇത്രയും ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു അതിൻ്റെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് അത് കൊടുത്തിരിക്കുന്നു. അപ്പൊ അതുപോലെ ഇപ്പം ജഗതിയിലെ സംഭവങ്ങൾ അതുപോലെ ഓരോ സിനിമകളിലെയും ചിത്രവാദിയിലെ ചില സീക്വൻസുകൾ. അപ്പൊ അത് നമുക്കൊരു വളരെ സന്തോഷമാണ്. ഇപ്പോഴും നമ്മുടെ സിനിമ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അപ്പൊ അത് നമ്മൾ എവിടെയും ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പലരും ചെല്ലുമ്പോൾ ഇന്ന സിനിമകളല്ലേ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പോലും നമുക്കിപ്പോഴും, ഞാനിപ്പോൾ സിനിമ ചെയ്ത ശേഷം 13 വർഷമായി. 13 വർഷമായി ഞാൻ സിനിമ ചെയ്തിട്ട്. ഇപ്പൊ ഈ 13 വർഷത്തിന് ശേഷവും ഇപ്പോഴും എൻ്റെ സിനിമകൾ ആൾക്കാർ മനസ്സിലുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. ഈ ടെക്നോളജിയുമായിട്ട് ചേർന്ന് പോകാനും, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളികൾക്ക് അധികം അറിയാത്ത കാര്യമാണ്, ഏറ്റവും അധികം സന്തോഷമായിട്ട് വർക്ക് ചെയ്ത ചുരുക്കം ചില മലയാളം ഡയറക്ടേഴ്സിൽ ഒരാളും കൂടിയാണ് സാർ. പക്ഷെ ഒരുവിധപ്പെട്ട എല്ലാ സിനിമകളും ടെക്നോളജിയായിട്ട് അത്രയും ചേർന്ന് ടെക്നിക്കലി ഭയങ്കര അപ്ഡേറ്റും ആയിരുന്നു ആ സിനിമകളൊക്കെ തന്നെ. അതിനെന്താ ശരിക്കും പ്രേരിപ്പിച്ചത്? അതിനെന്തായിരുന്നു ഇൻഫ്ലുവൻസ്? ഫോറിൻ സിനിമകൾ കാണുമായിരുന്നോ, അതോ അന്ന് കാലത്തെ ഏറ്റവും ടോപ്പ് ടെക്നീഷ്യൻസ് ആയ ശ്രീകർ പ്രസാദ് ഒക്കെ ആയിട്ടുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള സംസാരങ്ങൾ, കോൺവെർസേഷൻസ് ആണോ ഹെൽപ്പ് ചെയ്തത്? എന്താ ശരിക്കും ഹെൽപ്പ് ചെയ്തത്? സത്യം പറഞ്ഞാൽ ഏറ്റവും കുറച്ച് ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. പണ്ട് കാലത്ത് കാണും, ഇപ്പൊ ഞാൻ കാണാറില്ല. സത്യമാണത്. കാര്യം മറ്റൊന്നുമല്ല, ഞാനങ്ങനെ അതിൽ നിന്ന് കാണാനുള്ളൊരു അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല ഒരിക്കലും. ഇംഗ്ലീഷ് സിനിമകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും നമ്മളൊന്നും ഒരിക്കലും ഒരു കാര്യവും ഞാൻ വെൽ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യാറില്ല. നമ്മുടെ ഒരു ലൊക്കേഷൻ ചെല്ലുമ്പോൾ അവിടെ എന്ത് തോന്നുന്നു അത് മനസ്സിൽ തോന്നുന്നു ചെയ്യാന്നുള്ളതാണ്. അത് അപ്പൊ തോന്നിക്കുന്നു ചെയ്യും. അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഷോർട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ ലൊക്കേഷൻ ഇന്നേരം ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പല സിനിമകൾക്കും സ്ക്രിപ്റ്റും പൂർണ്ണമായിട്ടുണ്ടാവാറില്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, ആ ലൊക്കേഷൻ വെച്ചായിരിക്കും മിക്കവാറും അതൊന്ന് ഇംപ്രൂവൈസ് ചെയ്യുക. മിക്കവാറും എല്ലാ സിനിമകൾക്കും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ 1-2 സിനിമകൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം റൈറ്റർ കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ ആ സിനിമ അപ്പം ആ സീക്വൻസ് ഉണ്ടാവും, ആ വൺ ലൈൻ ഉണ്ടാവും. ആ സിനിമയിലെ ഡയലോഗ്സ് പോലും നമ്മൾ ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും എഴുതുന്നത്. നമ്മൾ ഒരു ലൊക്കേഷനിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, ആ സാധ്യതകൾ വെച്ചിട്ടായിരിക്കും ആ സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സീൻ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ലൊക്കേഷൻ ചെന്നാൽ നമ്മൾ സെറ്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ മനസ്സിലുള്ള സെറ്റ് നമുക്ക് ഇടാം. അതല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആ ലൊക്കേഷനിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഷോട്ട് വെക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ അത് വല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്ത ഒരു ഇതും ഉണ്ടാവും. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മൾ അവിടെ ചെന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതിങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം.
അപ്പം ആ രീതിയിലാണ് മിക്കവാറും എൻ്റെ എല്ലാ സിനിമകളുടെയും ഒരു പാറ്റേൺ നടന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇപ്പൊ ബഡാദോസിൽ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഒരു മഴയത്ത് മുഖത്ത് ക്യാമഫ്ലാഗ് പോലെ 3 ലൈൻസ് വരച്ചിട്ട് ഒരു വലിയ ഓവർ കോട്ട് ഇട്ടിട്ട് ഒരു ബൈക്കിൽ വന്നിട്ട് സുരേഷ് ഗോപി ഒരുപാട് പേര് വധിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും കുറച്ച് വർഷങ്ങൾ ബഡാദോസിന് തന്നെ കുറച്ച് വർഷങ്ങൾ മുമ്പ് പണീഷർ എന്നുള്ള പേരിലൊരു ഒരു മാർവൽ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതിന് ഏകദേശം ഇതേപോലെ കോസ്റ്റ്യൂംസ് അത് അങ്ങനെ തന്നെയാണ് ആളുകളെ വധിക്കുക, പണിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാരക്ടറിനെ പറ്റിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ഈ ലുക്കും ഈ പണിഷർ. അപ്പൊ ഞാൻ വിചാരിച്ചു, പക്ഷെ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു അത്. നമ്മളതിന് മുമ്പ് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ആളുകളെ വധിക്കാൻ മുമ്പ് ഇവിടെ 3 ലൈൻസ് ഒക്കെ വരച്ചിട്ട്, അപ്പൊ അങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഫ്രെയിംസിനും ഇപ്പൊ ആക്ഷൻ സെറ്റ് പീസസിനും ഒക്കെ ഉള്ള ഇൻസ്പിറേഷൻ എവിടുന്ന? അപ്പൊ ഇതെങ്ങനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പുതിയതായിരിക്കും, അത് എവിടുന്ന മനസ്സിലാവുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ സിനിമ കണ്ടിട്ട് എടുത്തൊന്നുമില്ല. നമ്മള് അത് ആളിനെ പെട്ടെന്ന് മനസ്സിലാവരുത്, പക്ഷെ ഒരു പ്രത്യേക രൂപം വേണം, ക്യാപ്പ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു ലൈൻ വരച്ചതാണ്, അല്ലാതെ ഞാൻ ആ സിനിമ കണ്ടിട്ട് വരച്ചതല്ല. അത് ഇപ്പൊ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ ആളുകൾ പലപ്പോഴും എടുത്തു പറയുന്ന ഒരു സിനിമയാണ് സത്യമേവ ജയതേ എന്നുള്ളത്. അതിൽ ആ ക്യാരക്ടറിനുള്ള ഒരു പവർ, അതിനുള്ളൊരു ഈ പറഞ്ഞ ആൽഫ മെയിൽ സ്വഭാവം, ഇപ്പം ആരവനതിനുള്ള അധികാരമൊക്കെ കൊടുത്ത് ഇതിനു വേണ്ടിയിട്ട് നീ എണ്ണി എണ്ണി ഇതിന് തിരിച്ച് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ വന്നിട്ട് കൃഷ്ണകുമാറിനെ ഇടിക്കുന്ന സീക്വൻസ്, വില്ലന്റെ മേക്ക് ഓവർ, ഓരോരോ ഗെറ്റപ്പ് ചേഞ്ച്, വില്ലന്റെ ബാക്ക് സ്റ്റോറി പറയുന്നത്, അതിന് ദാവൂദ് ഇബ്രാഹിമിന്റെ ക്യാരക്ടറുള്ള ചെറിയൊരു സാമ്യം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. അതായത് വളരെ വളരെ വെൽ റിട്ടൺ ആയിട്ട് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതുപോലെ ലാപ്ടോപ്പിനകത്ത് ബോംബ്, ഒരു ലാപ്ടോപ്പ് ഒരു ലാപ്ടോപ്പ് കിട്ടാൻ പറ്റുന്ന പാട് നമുക്കെന്നറിയാം. ലാപ്ടോപ്പ് ഇല്ല, ലാപ്ടോപ്പ് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പൊ 2000-ലാണ് ഈ പറയുന്നത്, 1999-ലാണ് ഈ സിനിമ. അതും ചോദിക്കുന്നത്. അപ്പൊ ഈ ടെക്നിക്കൽ അപ്ഡേഷൻ ഉണ്ടല്ലോ, അതായത് അതുവരെ കാണാത്ത രീതിയിൽ അതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഓരോ ടൈമിലുള്ള ലുക്ക് ചേഞ്ച്, സിദ്ദിഖയുടെ ലുക്ക് ചേഞ്ച്, അതിലുപയോഗിച്ചിട്ടുള്ള ആംഗിൾസ്, സത്യമേവയ്ക്ക് വേണ്ടി മാത്രം ഒരു പ്രിപ്പറേഷൻ, അതിന് പുതിയൊരു കൈൻഡ് ഓഫ് സിനിമ ഉണ്ടാക്കണം, അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിദ്ദിഖിന്റെ ക്യാരക്ടർ ഉണ്ടാകുന്ന ഷൂട്ടിങ് 2 ദിവസം മുമ്പാണ്. അതായത് അതിന് ആദ്യം ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് മൊത്തം ഷൂട്ടിങ് 2 ദിവസം മുമ്പ് ഇരുന്നിട്ട് പൊളിക്കുകയാണ്. അതിൽ വില്ലൻ സിദ്ദിഖിന്റെ ക്യാരക്ടറേ ഉണ്ടായിരുന്നില്ല. അതിൽ ആ മെയിൻ വില്ലനായിട്ടുള്ള അയാളുടെ ക്യാരക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് ഉണ്ടല്ലോ, രഞ്ജിത്ത് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. രഞ്ജിത്തിന്റെ ആദ്യത്തെ സിനിമ എൻ്റെ സിനിമയാണ് കാലാൾപ്പട. പിന്നെ ആദ്യത്തെ കുറെ സിനിമ രഞ്ജിത്ത് ചെയ്തിരുന്നു. രഞ്ജിത്തിന്റെ 2 സുഹൃത്തുക്കളാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അലക്സ് കടവിലും ജിയയിലായിരുന്നു, 2 ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവരെഴുതി കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ആദ്യത്തെ എഴുത്താൻ കുറച്ച് വളവളായിപ്പോയി. അപ്പൊ ഞാൻ രഞ്ജിത്തിനെ വിളിച്ചു, രഞ്ജിത്ത് നമുക്കൊന്ന് ഇരിക്കണം, ഒന്നിനെ ഒന്ന് ഒതുക്കണമെന്ന്. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് ഞങ്ങൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ഇരിക്കുന്നത്. ഇതിന് ഒരു രാത്രി കൊണ്ട് പകല് മുഴുകിയ സ്ക്രിപ്റ്റ് വായിച്ചു രഞ്ജിത്ത് വൈകിട്ട് പറഞ്ഞു, ഇത് ശരിയാവില്ല, അത് പൊളിക്കണം, ഇതിൻ്റെ ഒരു വില്ലനിയൊക്കെ കുറച്ചുകൂടെ നമുക്ക് നാടൻ രീതിയിലാക്കാം എന്ന് പറഞ്ഞ് ഒരു രാത്രി കൊണ്ടാണ് അതിന്റെ 1 ലൈൻ പൊളിച്ചുണ്ടാക്കുന്നത്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ തലേക്ക് ദിവസം രാത്രി കൊണ്ടാണ് മൊത്തം. അതിലാണ് സിദ്ദിഖിന്റെ ക്യാരക്ടർ വരുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് സിദ്ദിഖിനെ ഞാൻ വരാൻ പറഞ്ഞത്. സിദ്ദിഖ് ഞാനായിട്ട് വലിയ അടുത്ത സൗഹൃദത്തോടാണ്. വരാൻ പറഞ്ഞു. ഞാൻ അപ്പൊ സിദ്ദിഖ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ നിൽക്കുന്ന സമയമാണ്, ആ സമയത്ത് സിനിമ സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ക്യാരക്ടർ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എന്നെ വേണ്ട, ഒഴിവാക്കുക, ഇപ്പം തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. അവൻ പറ്റില്ല, നീ ഞാൻ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ അപ്പൊ ഇതും കൂടെ കേട്ടപ്പോൾ പുള്ളി ആ പടം വരണ്ടു. അയ്യോ, ഇത് ഞാൻ ചെയ്താൽ നിൽക്കത്തില്ല. ഒന്നാ സുരേഷ് ഗോപിയുടെ ആ ഫിഗറും ആ സൈസിന് മുമ്പ് ഞാൻ വില്ലനായിട്ട് ഒന്ന് ഏകത്തിൽ ഞാൻ പറഞ്ഞു ചെയ്ത് നോക്കാം, ഒരു സീൻ എടുത്ത് നോക്കാം, 1-2 സീൻ ഷൂട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് കണ്ടു നോക്കാം, ഓക്കെ ഇല്ലെങ്കിൽ മാറ്റാം, വേറെ ആരും ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണത് ഷൂട്ട് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ അപ്പം പല സീനുകളും അപ്പോഴെപ്പോഴാണ് എഴുതുന്നത്.